മാറ്റം തുടങ്ങാം. അപ്പോൾ എന്താണ് ഈ മാറ്റം, എന്താണ് ഈ വികസിത കേരളം? അതിൻ്റെ ഒരു റിപ്ലൈ അല്ലെങ്കിൽ റെസ്പോൺസാണ് ഇന്നലെ ഞങ്ങൾ അവതരിപ്പിച്ചത്. ഇതിനെക്കുറിച്ച് ഞാൻ രണ്ട് വാക്ക് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിന് മുമ്പ് ഞാൻ ഈ ഇലക്ഷനിൽ ജനങ്ങളുടെ മുമ്പിൽ ഉള്ള 3 ഓപ്ഷൻസിനെ കുറിച്ച് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. 70 വർഷം മാറി ഭരിച്ച LDFും കോൺഗ്രസും ഈ ഇലക്ഷനിൽ മത്സരിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം BJP NDA മത്സരിക്കുന്നു. ഞങ്ങൾ മുൻപോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട്, ഞങ്ങളുടെ വിഷൻ, ഞങ്ങൾക്കൊരു അവസരം തന്നാൽ ഇതെല്ലാമാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് ഞങ്ങൾ കൃത്യമായി പറയുന്നു. അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ 3 ഓപ്ഷനാണ് ഉള്ളത്. ഒരു ക്യൂബ സ്റ്റൈൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു മാർക്സിസ്റ്റ് ഇക്കോണമി ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു നശിപ്പിക്കുന്ന ഒരു രീതി. അത് നമ്മൾ 10 കൊല്ലം UPA സർക്കാരിൽ കണ്ടതാണ്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അഴിമതി, ഫൈനാൻഷ്യൽ സെക്ടർ തകർന്നു കിടക്കുന്ന സ്ഥിതി, ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിൻ്റെ ബാങ്ക്രപ്സി, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്നും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ പറയുന്നു ഞങ്ങൾക്ക് ഡെവലപ്മെൻറ്റിന് കാശില്ല. അപ്പോൾ ഒരു ഓപ്ഷൻ ഒരു മാർക്സിസ്റ്റ് സ്റ്റൈൽ ക്യൂബ ടൈപ്പ് എക്കോണമി, അത് കേരളത്തിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ 10 കൊല്ലം അങ്ങനെയാണ് ഈ സർക്കാർ മുമ്പോട്ട് കൊണ്ടുപോയത്. പിന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ കർണാടകയിൽ നടക്കുന്നതും, അവർക്ക് 10 കൊല്ലം അവസരം കിട്ടിയപ്പോൾ അവരുടെ ഭരണശൈലിയും അവരുടെ ഇക്കണോമിക് പോളിസീസ്, അതൊരു ഓപ്ഷനായിട്ട് ജനങ്ങളുടെ മുമ്പിലുണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻ, 12 കൊല്ലം മുമ്പേ ഇന്ത്യയിൽ മാറ്റം കൊണ്ടുവന്ന നരേന്ദ്രമോദിജീൻ്റെ രാഷ്ട്രീയം, വികസന രാഷ്ട്രീയം, അതിൻ്റെ ഒരു കേരള വെർഷൻ, വികസിത കേരളം, അതൊരു മൂന്നാമത്തെ ഓപ്ഷൻ. ഞാൻ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമാണ്, ഈ ഇലക്ഷൻ ഒരു നിർണായകമായ ഇലക്ഷനാണ്. നാടിൻ്റെ ദിശയും ദശയും തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷനാണ്. കുട്ടികളുടെ ഭാവി തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷനാണ്. അപ്പോൾ ആ ഭാവി, ആ വികസനം CPMൻ്റെ മാർക്സിസ്റ്റ് പോളിസീസ് ആണോ, അവർക്കാണോ ചെയ്യാൻ സാധിക്കുന്നത്? കോൺഗ്രസ് ആണോ? കോൺഗ്രസിൻ്റെ സാധ്യത എന്താണ്? നമ്മുടെ ഭാവിയെ കുറിച്ച് അവർ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ അവർക്ക്? BJP NDA ആണോ? അപ്പോൾ ഈ ഒരു മാർഗരേഖ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത് ഒന്ന് വായിക്കണം. ഇത് മുഴുവൻ വായിച്ചില്ലെങ്കിലും ആദ്യത്തെ ഒരു 10 പേജെങ്കിലും വായിക്കണം. ഇതൊരു മാർജിനൽ ഇൻക്രിമെൻ്റൽ മാനിഫെസ്റ്റോ അപ്രോച്ച് അല്ല. ഇത് ശരിക്കും നാടിൻ്റെ ദിശയും ദശയും, ഇക്കണോമിക് റീബിൽഡിങ്ങും, ഒരു നല്ല ഭാവി സൃഷ്ടിക്കാൻ ഒരു പ്ലാനാണ്, ഒരു ആർക്കിടെക്ചറാണ്, ഒരു വിഷനാണ്. ഈ വിഷൻ, ഇതിൻ്റെ ചർച്ച തുടങ്ങിയത് 3-4 മാസം മുമ്പേ ഞാനും സാബു ജേക്കബും തുഷാർ വെള്ളാപ്പള്ളിയും 5, 6, 7, 8 മീറ്റിംഗ്, 24 മണിക്കൂർ കണ്ടിന്യൂസ് മീറ്റിംഗ് ചെയ്തിട്ട് തീരുമാനിച്ച 5 ഫൗണ്ടേഷണൽ പില്ലേഴ്സ്. ഒന്ന്, ഇൻവെസ്റ്റ്മെൻറ്റും തൊഴിൽ റെവല്യൂഷൻ. 5-10 ജോലിയല്ല, ഇത് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാഴ്ചപ്പാട് ആവണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു.
അതുകൊണ്ടാണ് ഈ മാർഗരേഖയിൽ ഒരു മൊത്തം ചാപ്റ്റർ എങ്ങനെയാണ് ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റും ജോബ് റെവല്യൂഷൻ കൊണ്ടുവരാൻ പോകുന്നത്. രണ്ടാമത്തത് ക്വാളിറ്റി ഓഫ് ലൈഫ്, അഫോർഡബിൾ ലിവിങ്. ഏറ്റവും കൂടുതൽ വിലക്കയറ്റം ഉള്ള നാട്ടിൽ എങ്ങനെയാണ് നമുക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുക? ഇന്നും ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല, വീടില്ല, കുടിവെള്ളമില്ല. 45% ജനങ്ങളുടെ വീട്ടിൽ കുടിവെള്ളമില്ല. PM ആയുഷ്മാൻ ചവിട്ടി വെച്ചിരിക്കുകയാണ്. അങ്ങനെ എത്രയോ സോഷ്യൽ സെക്യൂരിറ്റി ഇഷ്യൂസ്, സോഷ്യൽ വെൽഫെയർ ഇഷ്യൂസ് ജനങ്ങളെ ബാധിക്കുന്നു. അതിൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് അതിനെക്കുറിച്ച് നല്ല ചിന്തിച്ചിട്ട് അത് ഇതിൻ്റെ ഭാഗമാണ്. പിന്നെ ഒരു ആധുനിക കേരളം, വികസിത കേരളം, നിക്ഷേപം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കേരളം ആക്കാൻ ആണ് നമ്മുടെ കാഴ്ചപ്പാട് എന്നെങ്കിൽ അതിന് ഒരു അടിസ്ഥാന സൗകര്യം, ഇൻഫ്രാസ്ട്രക്ചർ ഫോർ വികസിത കേരളം, അതിനെക്കുറിച്ചൊരു ചാപ്റ്റർ നല്ല കോംപ്രിഹെൻസീവ്, ആലോചിച്ച് ചിന്തിച്ച് എക്സ്പേർട്സിൻ്റെ ഒപ്പം ഡിസ്കസ് ചെയ്ത ഒരു ചാപ്റ്റർ. പിന്നെ ഫൈനാൻഷ്യലി സെൽഫ് സഫീഷ്യൻറ്റ്, കടം വാങ്ങിച്ചിട്ട് ജീവിക്കുന്ന ആ രീതിയിൽ നിന്ന് മാറി അതൊരു സസ്റ്റൈനബിൾ പ്രോസസ്സല്ല. ഇന്നിപ്പോൾ 6 ലക്ഷം കോടി വരെ കടം എത്തുന്നു. ഇത് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയില്ല. എങ്ങനെയാണ് ഈ സ്റ്റേറ്റിനെ നന്നായി ഗവർൺ ചെയ്ത് നല്ല ഗ്രോത്ത് കൊണ്ടുവന്ന് ഒരു ഫൈനാൻഷ്യൽ സഫീഷ്യൻറ്റ് സ്റ്റേറ്റ് ആക്കുക? പിന്നെ 5ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ കുറേ കൊല്ലമായി പരിഹരിക്കാത്ത വലിയ പ്രശ്നങ്ങളുണ്ട്. കോസ്റ്റൽ പ്രൊട്ടക്ഷൻ, മുല്ലപ്പെരിയാർ ഡാം, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്. ഇതിനെക്കുറിച്ച് എല്ലാ 5-10 ദിവസം ഒരു ചർച്ച നടക്കും, പിന്നെ അത് മറക്കും, പിന്നെ ഒരു സൈക്കിൾ അത് തുടങ്ങും. എങ്ങനെയാണ് അതിനൊരു പെർമനൻ്റ് ആയിട്ട് ഒരു പരിഹാരം, പൊളിറ്റിക്കൽ ഇക്കണോമിക് പരിഹാരം എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് ഈ ഒരു മാർഗരേഖയിൽ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഇലക്ഷൻ്റെ സമയത്ത് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, വ്യാജ ഗ്യാരൻറ്റീസും അവരുടെ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. ഡീല്, FCRA, അതിനെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥന, നാട്ടുകാരും മാധ്യമ സുഹൃത്തുക്കളും, ഇത് നാടിൻ്റെ ദിശയും ദശയും തീരുമാനിക്കേണ്ട ഒരു ആർക്കിടെക്ചറും ബ്ലൂ പ്രിൻ്റാണ്. ഇതൊന്ന് വായിക്കണം, പഠിക്കണം. ഇത് പഠിച്ച് വായിച്ച് ഞങ്ങൾക്കൊരു അവസരം തരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി. നമസ്കാരം. അത് ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂർ നിയമസഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർജി സംസാരിച്ചിട്ടുള്ള പൊതുവെ കേരളത്തിലെ വികസിതമായ കേരളത്തെക്കുറിച്ച്, അതിൻ്റെ മാറ്റത്തെ സംബന്ധിച്ച്, നയരേഖയെ സംബന്ധിച്ചാണ്. അതൊക്കെ ഒരു പ്രാദേശികമായ വിഷയങ്ങളാണ്. സാറ് ഇത് ചോദിച്ച പ്രശ്നമാണ്. ഞാൻ ഇത് ആദ്യം മറുപടി തന്നതാണ്. സാർ അത് മറന്നുപോയി എന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഡെറ്റ് ബൈ ഇറ്റ് സെൽഫ് ഒരു ഇഷ്യൂ അല്ല. പക്ഷേ ഡെറ്റ് എടുക്കുമ്പോൾ അത് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്തിട്ട് GDP ആണെങ്കിൽ GDP, GSDP ആണെങ്കിൽ GSDP വർദ്ധിക്കണം, ഇൻക്രീസ് ചെയ്യണം. ആ ഗവൺമെൻറ്റിൻ്റെ ഫൈനാൻഷ്യൽ കപ്പാസിറ്റി വർദ്ധിക്കണം, ഇൻക്രീസ് ചെയ്യണം. ഇവിടെ നടക്കുന്നത് മൂന്നിരട്ടി 3 times ഡെറ്റ് വർദ്ധിക്കുന്നു, GSDP വർദ്ധിക്കുന്നത് 2 times. അത് അൺസസ്റ്റൈനബിൾ ആണ്. ബേസിക് ഇക്കണോമിക്സ് അറിയുന്ന വ്യക്തികൾക്ക്
അത് മനസ്സിലാവും. ഇത് ആദ്യം ചോദിച്ചൊരു പ്രശ്നമാണ്, ഇദ്ദേഹം തന്നെയാണ് ചോദിച്ചത്, മറുപടി തന്നതാണ്. ഇനിയിപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ അതൊരു എക്കണോമിക് ക്ലാസ് ഞാൻ എടുക്കാം. എന്ത് കേരളം ചോദിക്കാല്ല, ഇത് ചോദിച്ച് തരേണ്ട ഇഷ്യൂ അല്ലല്ലോ. സ്റ്റേറ്റ് ഗവൺമെൻറ് അതിന് ലാൻഡ് അക്വസിഷൻ ചെയ്തിട്ട് അതിൻ്റെ പ്രിപ്പറേറ്ററി വർക്ക് അതിനു വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ, കഴിവില്ലെങ്കിൽ അത് നടക്കില്ല. ഇതൊരു സാന്റാ ക്ലോസ് ഒന്നല്ലല്ലോ. അത് വളരെ സങ്കടം. അവിടെ പറഞ്ഞാൽ മതി. നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ പോലെ അത് മുഖ്യമന്ത്രിയോട് പറഞ്ഞാൽ മതി. നിങ്ങൾക്കറിയാം, ഇതിൻ്റെ മറുപടി അറിയാം. ഇത് 2017 സെൻട്രൽ ഗവൺമെൻറ് തന്നൊരു ഓഫറാണ് എയിംസിൻ്റെ. പക്ഷേ ഇതുവരെ ലാൻഡ് ആക്വിസിഷൻ കംപ്ലീറ്റ് ചെയ്യാത്ത സംസ്ഥാന ഗവൺമെൻറ് എങ്ങനെയാണ് എയിംസ് കൊണ്ടുവരാൻ കഴിയുക? പിന്നെ മറ്റൊരു കാര്യം, ഇതിനെക്കുറിച്ച് താങ്കൾ ചോദിച്ചല്ലോ. ഒരു 3-4 ആഴ്ച മുമ്പ് എൻ്റെ ഇൻ്റർവെൻഷൻ, BJP കേരളം ഇൻ്റർവെൻ ചെയ്തിട്ട് കൊല്ലത്തിൻ്റെ ESI ഹോസ്പിറ്റലിന് 550 കോടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്ന് അതിനൊരു മോഡേൺ ടീച്ചിങ് കം റിസർച്ച് കോളേജ് ആക്കാൻ ഒരു പ്രപ്പോസൽ കൊടുത്തപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അനുവദിച്ചില്ല. അപ്പോൾ ഈ ചോദിക്കേണ്ട ചോദ്യങ്ങൾ എല്ലാം നല്ല ചോദ്യങ്ങളാണ്. അത് ചോദിക്കേണ്ടത് കഴിഞ്ഞ 10 കൊല്ലം ഭരിച്ച് എല്ലാം ശരിയാവും എന്നൊരു വാഗ്ദാനം കൊടുത്ത് ഭരിച്ച ഒരു സർക്കാരോടാണ് ചോദിക്കേണ്ടത്. അല്ല, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു എല്ലാവരോടും. എന്നെ വിളിച്ചല്ലോ, എത്രയോ പേര് വിളിച്ചു. FCRA കുറിച്ച് പ്രചരണം നടക്കുന്നുണ്ട്, കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട്, കേരള കോൺഗ്രസ് മാണി പറയുന്നുണ്ട്. അതിലെന്താണ് സത്യം എല്ലാം ചോദിച്ചു. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു, ഇനിയിപ്പോൾ പാസ് ചെയ്യരുത്. എന്തെങ്കിലും ഒരു ആശങ്ക ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ലെജിസ്ലേഷൻ ഈ സർക്കാർ പാസ് ചെയ്യില്ല, നരേന്ദ്രമോദിജി സർക്കാർ. അതെല്ലാം ആ ആശങ്ക ക്ലാരിഫൈ ചെയ്തിട്ട് മാത്രമേ ആ ബില്ല് പാസ് ചെയ്യുള്ളൂ. അല്ല, അതിലൊന്നുമില്ല. ഞാൻ അത് വായിച്ചു പഠിച്ചതാണല്ലോ. ഞാൻ പറഞ്ഞു, അത് ശ്രമിച്ചു. പക്ഷേ ഇങ്ങനെ ഇലക്ഷൻ്റെ 10 ദിവസം മുമ്പേ ഒരു പ്രചരണം നടക്കുമ്പോൾ, നോക്കൂ, 5-6 ദിവസം മുമ്പേ ഡീലിൻ്റെ പ്രചരണം നടന്നില്ലേ? അതിങ്ങനെ ഒരു ഡെലിബറേറ്റ് ആയിട്ട് ആംപ്ലിഫൈ ചെയ്യല്ലേ, എങ്ങനെയെങ്കിലും ഈ വികസനം എന്ന ഒരു ഇഷ്യൂന്ന് ശ്രദ്ധ തിരിക്കാൻ. അപ്പോൾ അത് നടന്നില്ല. അപ്പോൾ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തു, ഇത് പാസ് ചെയ്യണ്ട, ഇപ്പോൾ പാസ് ചെയ്തിട്ട് കാര്യമില്ല. ഇതിങ്ങനെ ഒരു പ്രചരണം നടത്തും, ഞങ്ങളൊരു ഡിസ്കഷൻ നടത്തിയിട്ട് പിന്നെ പാസ് ചെയ്യാം. അപ്പോൾ ഗവൺമെൻറ് സമ്മതിച്ചു. ഇല്ല, അവർക്ക് ആശങ്ക ഉണ്ടെങ്കിൽ അതിനെ ക്ലാരിഫൈ ചെയ്യാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിനെക്കുറിച്ച് അത് ചെയ്യാൻ തയ്യാറാണ്. അത് ഞങ്ങൾക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ മൈനോറിറ്റി അഫയേഴ്സ് ഉണ്ടല്ലോ, കിരൺ റിജിജു, അദ്ദേഹം വന്ന് സംസാരിക്കും, അല്ലെങ്കിൽ അവരെ വിളിച്ച് സംസാരിക്കും. ആര് പറഞ്ഞു ചർച്ച? അല്ല, ഒരു കാര്യം, ഒരു മിനിറ്റ്, ഇതിനെക്കുറിച്ച് ആർക്കും ഒന്നും ചോദിക്കാനില്ലേ? കുറേ പരിശ്രമിച്ചിട്ടുണ്ടാക്കിയ ഡോക്യുമെൻ്റ് ആണ്. ഇതിനെക്കുറിച്ച് ആദ്യം ചോദിക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അതെ, അത് ശരിയാണ്. ഗുഡ് ക്വസ്റ്റ്യൻ, നല്ല ക്വസ്റ്റ്യൻ ആണ്. അത് CPM-നും കോൺഗ്രസിനും സാധിക്കില്ല, ഞങ്ങൾ സാധിക്കും. കാരണം ഞങ്ങളുടെ ഒരു ഇക്കണോമിക് ഗ്രോത്തിൻ്റെ ഒരു വിഷനുണ്ട്. ഇത് ഗ്യാരണ്ടി മാത്രമല്ലല്ലോ, ഇതാണല്ലോ വ്യത്യാസം. ഈ ഒരു വ്യാജ ഗ്യാരണ്ടി മുമ്പോട്ട് വെക്കുന്ന ഒരു കോൺഗ്രസ് പാർട്ടി, അവരോട് ചോദിക്കണം. ഇന്ന് KSRTCയിൽ സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ KSRTCൻ്റെ ഫ്ലീറ്റ് എക്സ്പാൻഷൻ, ഇന്നിപ്പോൾ KSRTCൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താണ്? ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതുപോലെ ഞങ്ങളിത് പറയുന്നത് എന്താ? 5 ഫൗണ്ടേഷണൽ പില്ലേഴ്സ്: ഇൻവെസ്റ്റ്മെൻറ്റ്, ഇക്കണോമിക് ഗ്രോത്ത്, എക്സ്പാൻഷൻ ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി.
എക്സ്പാൻഷൻ ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ക്ഷേമം അല്ലെങ്കിൽ ഇങ്ങനത്തെ ബെനിഫിറ്റ് ഇക്കണോമിക് എക്സ്പാൻഷൻ ഇല്ലെങ്കിൽ അത് നടക്കില്ല. ഗവൺമെന്റ് ഇതിപ്പോൾ ചോദിച്ചല്ലോ, കടം എങ്ങനെയാണ് ഗവൺമെന്റ് ഇന്ത്യ കൂടുതൽ എടുക്കുന്നത്? അത് കാരണം ഗവൺമെന്റിന് റവന്യൂ വർദ്ധിക്കുന്നു, കൂടുതലാവുന്നു, ഇക്കണോമിക് ഗ്രോത്ത് വരുന്നു, ഇൻവെസ്റ്റ്മെന്റ് വരുന്നു, തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ആവുന്നു, ടാക്സ് റവന്യൂസ് കൂടുന്നു. ഇതെല്ലാം വലിയ സൊഫിസ്റ്റിക്കേറ്റഡ് ഇക്കണോമിക്സ് ഒന്നുമല്ല, ഒരു ബേസിക് ഇക്കണോമിക്സ് ആണ്. ഒരു ഇക്കോണമി വർദ്ധിച്ചില്ലെങ്കിൽ ഗവൺമെന്റിന്റെ റവന്യൂ കൂടുതലാവില്ല. ഗവൺമെന്റ് റവന്യൂ കൂടുതലായാൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇത് നടന്നില്ലെങ്കിൽ, ഇത് ചെയ്യണമെങ്കിൽ കടം വാങ്ങിച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് കേരളത്തിൽ നടക്കുന്നത്. കടം വഴി ഇത് ചെയ്യാൻ ശ്രമിച്ചാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. കാരണം ആ കടം നിങ്ങൾക്ക് റീപേ ചെയ്യണം. അതാണ് ഇപ്പോൾ 92.5% ഡെറ്റ് സർവീസ്, പെൻഷൻ, അതിൻ്റെ ആ സ്ഥിതിയാണല്ലോ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി. അത് മാറ്റണമെങ്കിൽ ഇക്കണോമിക് ഗ്രോത്ത് വരണം. സാറേ, അതല്ലേ ഞാൻ പറഞ്ഞു, ഇൻവെസ്റ്റ്മെന്റ് റെവല്യൂഷൻ ആൻഡ് പേയിങ് ഡൗൺ ഡെറ്റ്. ഇതൊന്ന് വായിക്കണം പ്ലീസ്, ഒന്ന് മൈ റിക്വസ്റ്റ്. ഇന്ന് അത് വായിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ എം റെഡി ടു ഡിസ്കസ്. ഓ, okay. In Kerala, it was 2.4% of GSDP growth and 2.3% of debt growth. So compare നമ്മൾ പറഞ്ഞ കണക്കുകൾ വ്യത്യാസമുണ്ട്. അത് അല്ല, അങ്ങനെ സാറ് ഇക്കണോമിക് എന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ അല്ല സാറില്ല, അങ്ങനെ അല്ല. കോട്ടിങ്, യു ആർ നോട്ട് കോട്ടിങ് എനി ഫാക്ട്. The fact is, today 92.5% of the revenues of the government of Kerala go to service debt and pensions. That is why they are not able to invest anything. If you are not able to invest anything, you cannot create economic activity. അതാണ് ബോട്ടം ലൈൻ. ഇനിയിപ്പോൾ ആ കണക്ക് ഇവിടുന്ന് തുടങ്ങുകയാണോ അവിടുന്ന് തുടങ്ങുകയാണോ അത് നിങ്ങളുടെ ഓപ്ഷൻ. ഫാക്ട് ഇസ്, കേരളത്തിൻ്റെ ഇക്കോണമി ഈസ് ബേർഡൻ ബൈ ഇറ്റ്സ് ഡെറ്റ്. അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ 1-to-1 ഇരുന്നിട്ട് സംസാരിക്കാം. ഓ, പറയൂ. എനിക്ക് ഞാനത് പ്രധാനപ്പെട്ട കാരണമൊന്നും ഞാൻ ആ ടൈറ്റിൽ എടുക്കാൻ പോകുന്നില്ല. ഞങ്ങൾ സംസാരിച്ചു, ഞാൻ ഹോം മിനിസ്റ്ററോട് മിന്നാന്ന് സംസാരിച്ചു. അദ്ദേഹം ഈ FCRA ബില്ലിനെ കുറിച്ച് എനിക്ക് എക്സ്പ്ലനേഷൻ തന്നു. എന്നെ വിളിച്ച എല്ലാവരോടും ഞാൻ എക്സ്പ്ലനേഷൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ടും ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു റെക്കമെൻഡേഷൻ കൊടുത്തു. ഇതിൻ്റെ ഈ ആശങ്കയും ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് മാത്രമേ ഈ ബില്ല് പാസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞങ്ങളുടെ ഒരു അഭിപ്രായമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇതൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണോ, സെക്കൻഡ് ഫാക്ടറാണോ, തേർഡ് ഫാക്ടറാണോ എന്ന് എനിക്കറിയില്ല. അത് അവിടെ ചോദിക്കേണ്ടി വരും. അതല്ല, നോക്കൂ, ഇനിയിപ്പോൾ PC ജോർജിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് PC ജോർജിനോട് ചോദിച്ചാൽ മതി. പിന്നെ ഒരു കാര്യം ഞാൻ പറയണം, ഒരു മറ്റൊരു പോയിന്റ്, FCRA എന്ന് പറഞ്ഞത് ഒരു സമുദായത്തിനെ ബാധിക്കുന്നതോ ഒരു സമുദായത്തിന് വേണ്ടിയിട്ടല്ലല്ലോ ആ ബില്ല്. പിന്നെ എന്തിനാണ് നിങ്ങളൊരു മൈനോറിറ്റി എന്ന് പറഞ്ഞ് നടക്കുന്നത്? FCRA ഹിന്ദു ടെമ്പിൾസിന് അല്ല, ഓക്കെ, അത് ഞാൻ പറഞ്ഞല്ലോ. അവർ വാർത്താ സമ്മേളനം നടത്തി, അവർ പറഞ്ഞു ഒരു ആശങ്കയുണ്ട്, അത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ബില്ല് പാസ്സായില്ല. അതല്ല, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ വലിയ ഹിസ്റ്ററി സ്റ്റുഡൻ്റ് ഒന്നുമല്ല. എനിക്കിപ്പോൾ ഇന്നലെ നടന്ന കാര്യങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നു. അത് പറയുന്ന ആൾക്കാരോട് ചോദിക്കണം. അല്ല, FCRA വഴി മിസ്യൂസ് നടക്കുന്നുണ്ട് എന്ന്, അപ്പോൾ അതിലൊരു അഭിപ്രായ വ്യത്യാസം ആർക്കും ഇല്ല. അത് ആരാണ് ചെയ്യുന്നത് എനിക്ക് അതിൻ്റെ ഇൻഫർമേഷൻ, ഡേറ്റ ഒന്നുമില്ല. മണി ലോണ്ടറിങ് ഒരു വലിയ ഇഷ്യൂ ആണ്. അത് ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തിൽ വലിയ ഇഷ്യൂ ആണ്. അതിലൊരു അഭിപ്രായ വ്യത്യാസമല്ല. അതിനുവേണ്ടി ചില റിഫോംസ് കൊണ്ടുവരുന്നു. ചിലവർ അതിനൊരു പ്രചരണം നടത്തുമ്പോൾ ഓക്കെ, ആശങ്കയുണ്ട്. ആശങ്ക നമ്മൾ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ പാസ് ചെയ്താൽ മതി.
ഇനി എന്ത് നടന്നു 3 കൊല്ലം മുമ്പേ, 4 കൊല്ലം മുമ്പേ, 10 കൊല്ലം മുമ്പേ എന്ന് ഞാൻ പറഞ്ഞു നടക്കാൻ എനിക്ക് സമയമില്ല, എനിക്ക് താല്പര്യമില്ല. അത് നിങ്ങൾ ചെയ്തോളൂ. അല്ല, അതല്ല ആശങ്ക, അത് ആശങ്കയാണ്. അത് ഞാൻ സമ്മതിച്ചല്ലോ. അവർ എന്നോടല്ല വിളിച്ച് പറഞ്ഞേ, ഞാൻ പറഞ്ഞല്ലേ, എന്നെ വിളിച്ച് എനിക്ക് മെസ്സേജ്, എനിക്ക് ലെറ്ററെല്ലാം തന്നല്ലോ. ഇനി ഞങ്ങൾക്കൊരു ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്, ഞങ്ങൾക്ക് ഇനി ഇങ്ങനെ ഒരു വറി ഉണ്ട്, അത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഞാൻ ഫോണിൽ സംസാരിച്ചു. ഇനിയിപ്പോൾ എനിക്ക് എവിടെയും പോകാൻ സമയമൊന്നുമില്ല, കാരണം ഞാൻ സ്ഥാനാർത്ഥിയല്ലേ. അപ്പോൾ ഞാൻ വിളിച്ചു, സീനിയർ ലീഡേഴ്സിനെല്ലാം വിളിച്ചു, ഞാൻ വിളിച്ചു, പൊളിറ്റിക്കൽ ലീഡേഴ്സ് വിളിച്ചു, പാർട്ടീൻ്റെ വിളിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. എന്നിട്ടും ഒരു ആശങ്കയുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാവുമ്പോൾ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തു. അല്ല, 1 നേഷൻ 1 പെൻഷൻ എന്ന് പറയുമ്പോൾ അത് സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യമല്ല, അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്യേണ്ട കാര്യമാണ്. അല്ല, അത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞങ്ങളിപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ജനങ്ങൾ ഞങ്ങൾക്കൊരു അവസരം തന്നാൽ, ഭരിക്കാനൊരു അവസരം തന്നാൽ, BJP NDA സർക്കാർ ഉണ്ടെങ്കിൽ കേരളത്തിൽ, അത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം 1 നേഷൻ 1 പെൻഷൻ ഡീൽ ഇമ്പാക്ട് ചെയ്യുന്നത് ഗവൺമെൻറ് പെൻഷനേഴ്സിനാണ്. അത് ചെയ്യേണ്ടത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് വരാൻ പോകുന്ന കാലത്തിൽ EPF ഒരു വലിയ റിഫോം വരാൻ പോകുന്നുണ്ട്. EPF വഴി പെൻഷൻ കിട്ടുന്നവർക്ക് നല്ലൊരു ഇൻക്രീസ് വരാൻ പോകുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒരു കൺഫർമേഷൻ ഒന്നുമല്ല, ഞാൻ മനസ്സിലാക്കേണ്ടത്. അല്ല, നോക്കൂ, ഇപ്പം ഈ ഇലക്ഷൻ്റെ മുമ്പ് എല്ലാം ഈ കോൺഗ്രസും CPM പ്രചരണം ഇഷ്യൂ ആക്കും. അത് എൻ്റെ വീടാണോ എന്താണെങ്കിലും അവർ ചെയ്യല്ലോ. അവർക്ക് എന്തിനാ ഞാനൊരു എക്സ്ക്യൂസ് കൊടുക്കുന്നത്? അവർക്ക് പോസിറ്റീവായിട്ട് പറയാനൊന്നുമില്ല. അവർ മാനുഫാക്ചർ ചെയ്തിട്ട് ഓരോരോ ഇഷ്യൂ പറയുന്നു. ഈ മഞ്ചേശ്വരത്തിൽ SDPIൻ്റെ ഒപ്പം ഒരു ഡീൽ ചെയ്ത പാർട്ടിയാണ് ഡീലിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഇവിടെ ഒരു മിനിസ്റ്ററായ, വിദ്യാഭ്യാസ മിനിസ്റ്ററായ ഒരു MLA SDPIൻ്റെ കാല് പിടിച്ച് സ്വീകരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഡീലിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് അവർക്കൊരു പ്രചരണത്തിൻ്റെ ഒരു അവസരം കൊടുക്കേണ്ടത്? അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ റെക്കമെൻഡേഷൻ. ഓക്കെ. ഇല്ല, അതും കേട്ടിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് ഞാൻ തീരുമാനിച്ചിട്ട് പറയാം. മറ്റൊരു വിഷയം എന്തെങ്കിലും, ശിവൻകുട്ടീൻ്റെ വേറെ എന്തെങ്കിലും? ഓക്കെ. അല്ല, അത് സർക്കാർ ഏറ്റെടുത്തു എന്ന് അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ ആരാ പറഞ്ഞു? എന്തിനാണ് നിങ്ങൾ 1+1 = 25 ആക്കുന്നത്? ഞങ്ങൾ പറഞ്ഞത് ഇതിൽ കൃത്യമായി പറയുന്നല്ലോ. അല്ല, ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? BJP NDA സർക്കാർ വന്നാൽ എയിംസ് ഇവിടെ ഞങ്ങൾ നടപ്പിലാക്കി തരും. അല്ല, BJP NDA സർക്കാർ ഇവിടെ ഇല്ല. അല്ല, ഞങ്ങൾ ചെയ്തു തരും. ഇവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല, അതല്ലേ ഫാക്റ്റ്. അല്ല, അങ്ങനെ ഒരു സർക്കാർ വന്നാൽ, ഒരു കഴിവുള്ള സർക്കാർ വന്നാൽ, ഇത് കഴിവില്ലാത്ത സർക്കാരല്ല ഇരിക്കുന്നത് 10 കൊല്ലം. അത് മനസ്സിലായിട്ടില്ലേ? ഞാൻ 10 തവണ പറഞ്ഞതാണ് ഇത് എല്ലാം നോക്കുന്നു. ഞാൻ ഇതിലെ ഒരു ആംബിഗിറ്റി ഉണ്ടാകാൻ പാടില്ല. 10 കൊല്ലം മുമ്പേ എല്ലാം ശരിയാവും എന്ന് വാഗ്ദാനം കൊടുത്ത് വന്ന സർക്കാരാണിത്. ഒന്നും ശരിയായിട്ടില്ല. എന്താണ്? ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഈ നാട്ടിലാണ്. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ, നോട്ട് ചെയ്തോളൂ. ഏറ്റവും കൂടുതൽ വിലക്കയറ്റം ഈ നാട്ടിലാണ്. ഒന്നും ശരിയായിട്ടില്ല. അതാണ് സ്ഥിതി. അപ്പോൾ എയിംസ് പിടിച്ചിട്ട് ഒരു ഇഷ്യൂ ആക്കണ്ട. ഇവർക്ക് എയിംസ് ആണോ, കടലാക്രമണത്തിൻ്റെ സീവോളാണോ, ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളാണോ, അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇതാണ് സത്യം. അപ്പോൾ അതിനെ മാറ്റാനാണ് BJP NDA ഒരു അവസരം ചോദിക്കുന്നത്. BJP NDA വന്നാൽ ഇതെല്ലാം ഞങ്ങൾ മാറ്റും.
പറഞ്ഞിട്ടുണ്ട്. അത് രാഹുൽ ഗാന്ധിക്ക് ഒന്ന് അയച്ചു കൊടുക്കണം. ഇത് എന്തോ എന്ത് കണക്ഷൻ? അല്ല ഇതും അതും എന്ത് കണക്ഷൻ? CBI ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ CBIന്റെ പ്രോസിക്യൂഷൻ്റെ പെർമിഷൻ കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അത് എന്ത് സർക്കസ് CBI ചെയ്താലും ഗവൺമെൻറ് ഓഫ് കേരളം, പിണറായി വിജയൻ്റെ സർക്കാർ അതിന് പെർമിഷൻ കൊടുക്കില്ല. വാസുവിനെ സംരക്ഷിക്കും. അതും ഇതും എന്ത് സംബന്ധം? എന്താ കണക്ഷൻ? അല്ല, അത് ഘടകകക്ഷിയുടെ കാൻഡിഡേറ്റ് ആണ്. അപ്പോൾ അതാണോ അതിൻ്റെ ഒരു പ്രൂഫ്? ഞങ്ങൾ മത്സരിച്ചാൽ മാത്രമാണോ വാസവൻ കൊള്ളക്കാരനാണെന്ന് ഞാൻ ഇന്നലെ പറയുന്നു. ദേവസ്വം മന്ത്രി അല്ല, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു ആംബിഗ്യൂറ്റി ഉണ്ടാവില്ല. ദേവസ്വം മന്ത്രി വാസവൻ ജയിലിൽ പോകണം. അത് മോദിജി കൊച്ചിയിൽ പറഞ്ഞ മോദിയുടെ ഗ്യാരണ്ടിയാണ്. ഞാനും പറയുന്നു, ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. ഞങ്ങൾ അത് 2020 മത്സരിച്ചാലോ വേറെ ആരെങ്കിലും മത്സരിച്ചാലോ വാസവൻ ജയിലിൽ പോകണം. ഇത് ഇനിയിപ്പോൾ അഭിപ്രായ അല്ല, അത് താങ്കളുടെ അഭിപ്രായമല്ലേ, അതെങ്ങനെയാണ് ഫാക്റ്റ് ആവുന്നത്? നമുക്ക് എല്ലാവർക്കും അഭിപ്രായം ഉണ്ടാവാനൊരു അവകാശമുണ്ട്. അല്ല, അത് വിടുന്നു, അത് വേണ്ട. അത് ഞാൻ പറഞ്ഞില്ലേ, താങ്കളുടെ പേഴ്സണൽ അഭിപ്രായം. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. പൊളിറ്റിക്കൽ ഫൈറ്റ് ആണ്. ക്രിമിനൽ ഫൈറ്റ്, ക്രിമിനൽ അഡ്ജുഡിക്കേഷൻ കോർട്സിലാണ്.